ഹലോ ആർ സി മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മൂന്നാഴ്ചയുണ്ട് നമ്മൾ ഈ വണ്ടി മേടിച്ചിട്ട്. ഇതുവരെ പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പുറത്ത് കൊണ്ടുപോകുന്നതിന് മുന്നായിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇവനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇത് FMSന്റെ FC-X10 കാറ്റഗറി വരുന്ന ക്യാമൽ ട്രോഫി എഡിഷൻ ഡിസ്കവറിയാണ് ഈ വണ്ടി. അപ്പോൾ കുറച്ച് സ്കെയിൽ ഡീറ്റെയിൽസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം അവൻ എങ്ങനെ ഉണ്ടെന്ന്. ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ട്രെയിലർ ഹുക്കാണ് കേട്ടോ. മെറ്റലാണ് സാധനം. പിന്നെ മുകളിൽ ലഗേജ് ഒക്കെ വലിച്ചു കെട്ടാൻ പറ്റുന്ന ടൈസാണ്. എലാസ്റ്റിക് ഐറ്റം ആണ് കേട്ടോ. ഇത് 2 പീസുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ പിടിപ്പിക്കാൻ വേണ്ടി മേടിച്ച റൂഫ് ക്യാമ്പ് ഐറ്റം ആണ്. പിന്നെ ഒരു ലഗേജ് വണ്ടിയുടെ മണ്ട വെക്കാനായിട്ട്. ഇതിനെല്ലാം പുറമെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഐറ്റം ആണ് കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ടിൽ ഒട്ടിക്കാനായിട്ട് ബോഡി സ്ക്രാച്ച് ആവത്തില്ല ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ. ഇതൊരു സ്കെയിൽ ലുക്കും കിട്ടും. ബോഡി അത്യാവശ്യം നമ്മുടെ എല്ലോ ബോഡി സ്ക്രാച്ച് ആവാതിരിക്കുകയും ചെയ്യും. എന്തായാലും നമ്മൾ വണ്ടി പുറത്ത് കൊണ്ടുപോകുമ്പം അത്യാവശ്യം ബോഡി സ്ക്രാച്ച് വരും. സോ അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റ ഒരു പാക്കായിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് റിയർ വിൻഡോ കാർഡാണ്. പിന്നെ ഇതെല്ലാം വിൻഷീൽഡ് കാർഡാണ് കേട്ടോ. നൈസ് സാധനം, നല്ല ക്വാളിറ്റി കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല ക്വാളിറ്റിയാണ്, അടിപൊളി. പിന്നെ കഴിച്ച് ഇത് വണ്ടിയുടെ കൂടെ തന്നെ കിട്ടിയ ഐറ്റംസ് ആണ്. ചെറിയിക്കാനും മറ്റേ ടൂൾസ് ഐറ്റംസ് ഒക്കെ. ഇതൊന്നും ഞാൻ പൊടിച്ചിട്ടില്ലായിരുന്നു, ഇതുകൊണ്ട് കഴിച്ച്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മളിന്ന് വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു വിളിക്കാൻ എളുപ്പത്തിന് ഡീക്കാലെന്ന് വിളിക്കാം കേട്ടോ. എനിക്കല്ലാണ്ട് എൻ്റെ കറക്റ്റ് പേരൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഡീക്കാല് നമുക്ക് ജസ്റ്റ് നമ്മുടെ അളവിനൊന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടെമ്പററി ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഹോൾ ഇടാം. പിന്നെ ഇതാണ്ട് ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന സ്ക്രൂസ് ഉണ്ട്. ഇതാണ് കേട്ടോ, ഭയങ്കര ചെറിയ സ്ക്രൂവാ, നട്ടൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ തിരുക്കിയിട്ട് അടിയിൽ ഹോട്ട് ഗമ്മുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ഉരുക്കി ഒഴിച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ നമുക്കൊരു പിന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കാശ് നമ്മൾ സേഫ്റ്റിന് മാറ്റിയിട്ടതായിട്ട് നമ്മുടെ തക്കുന്ന സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി പിൻ വളഞ്ഞു പോയി. നമ്മൾ ഹോളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൂട്ട് മുറുക്കാം. നമ്മുടെ ഫസ്റ്റ് ഘട്ടം മോട്ടിവേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഘട്ടം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഞാൻ ഈ ഫ്രണ്ട് സാധനം ഒട്ടിച്ചതിന് മാത്രമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സോ ഇതെങ്ങനെ ഉണ്ട്, വണ്ടിക്ക് ചേരുന്നുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. സോ ഇനിയിപ്പോൾ വണ്ടിയുടെ ഈ സൈഡിൽ വരുന്നുണ്ട്, ഈ ഭാഗത്ത് വരുന്നുണ്ട്, വിൻഡോ പ്രൊട്ടക്ഷൻ ഷീൽഡ് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ നമ്മുടെ ബാക്ക് കവറിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്കത് ചെയ്യുന്നത് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൈം പോകും. അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെയിം ഞാൻ ഇത് സെറ്റ് ചെയ്യുന്ന കണക്കാണ് അതെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഡീക്കാലെല്ലാം നമ്മൾ സ്ക്രൂ ഇട്ട് അത് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡീക്കാലാണ് കേട്ടോ. ഡിസ്കവറി ചാനൽ എന്ന് പറഞ്ഞൊരു എംബ്ലം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മലകളുടെ ചിഹ്നം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. നമ്മുടെ ഡോറിൻ്റെ ഡീക്കാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്കത് ഇത്രയും വെച്ചപ്പോൾ തന്നെ ഒരു സൈഡ് ഏകദേശം കവറായിട്ടുണ്ട്. ഇനി ഡോറിനെ കൂടെ വെക്കുകയാണെങ്കിൽ കുറച്ച് ഓവറായിട്ട് തോന്നുന്നു എനിക്ക് തോന്നി. സോ അതുകൊണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്തില്ല. സോ നമ്മൾ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്യാമല്ലോ. സോ അത് ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നിങ്ങളെ കാണിക്കാതെ തന്നെ ഞാൻ ബാക്കിയുള്ളതിൻ്റെ ആക്സറീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വലിയ പണിയുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് പിടിപ്പിക്കുന്നേ ഉള്ളൂ. ബട്ട് പണിയുള്ള കാര്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ കളറ് വണ്ടിയുടെ സ്റ്റോക്ക് വന്നത് ബ്ലാക്ക് ആയിരുന്നു. നമ്മളത് മാറ്റിയിട്ട് ഒരു ലൈറ്റ് സാൻ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെയും സീറ്റിൻ്റെ എല്ലാം കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവർ ഫിംഗറിൻ്റെ തലയ്ക്ക് ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട്. മുടിയുടെ കളറും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഡാഷ്ബോർഡൊക്കെ ഒരു ഫിനിഷിങ് വരുത്താൻ നോക്കി. എത്രത്തോളം വിജയിച്ചെന്ന് എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ആദ്യം കാണിക്കാത്ത കുറച്ച് എക്സ്പെഡിഷൻ ആക്സറീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചുമ്മാ ഒരു നെറ്റിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത് നമ്മൾ തന്നെ 3D പ്രിന്റ് ചെയ്തെടുത്ത ഒരു ഗ്യാസ് കുറ്റിയുടെ ഒരു ചെറിയ മിനിയേച്ചറാണ്. ഇത് നമ്മൾ തന്നെ 3D പ്രിന്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിങ്ങനെ തുറക്കാം. ഇതിനകത്ത് കുറച്ച് ഇത് നമ്മുടെ സൈഡ് നെറ്റിൻ്റെ ആക്സസറീസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ട്രെയിലർ ഹൂക്കിൻ്റെ കുറച്ച് ഐറ്റമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. കളഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് വണ്ടിയുടെ ബാക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ട്രെയിലർ ഹൂക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചതാണ്. അതിനകത്ത് ഇത് എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം. ഈ ഐറ്റം എൻ്റെ പണ്ട് ഉണ്ടായിരുന്നതാണ്, ഞാൻ ഇതിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ആക്സറി കൊടുത്തിട്ടുണ്ട്. ഒരു ആൻറ്റിന സെറ്റ് ചെയ്തു. ഈ ആൻറ്റിന ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ നമ്മുടെ ഡിഫൻഡറിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷേ അതിൽ ഇത് പിടിപ്പിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ മാച്ചായി. പിന്നെ ഇത് വണ്ടിയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്. ബാക്കി ഈ ടൂൾ ഇതിൻ്റെ സ്റ്റോക്ക് വന്നതാണ്. ഇത് ജസ്റ്റ് ഒരു പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ ഞാൻ ചെയ്ത വർക്കുകൾ. ഓക്കെ, സോ മോസ്റ്റ് അഡ്വഞ്ചർ ഐറ്റം പേഴ്സണലി ഞാൻ ഇതിൽ എക്സ്ട്രാ പിടിപ്പിച്ചതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റമാണ് കേട്ടോ അത്. ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ.
ഏയ് ഐറ്റം എങ്ങനെയുണ്ട് ഐറ്റം? നൈസ് അല്ലേ? ഇതിങ്ങനെ ഫ്ലോട്ടായിട്ട് കിടക്കുകയാണ്. ഇതിങ്ങനെ നീളം എത്താതെ കിടക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ വരുന്ന സ്റ്റാൻഡാണ് നേരത്തെ ആ മുകളിൽ കാണിച്ച നീല ബോക്സിലുണ്ടായിരുന്നത്. സോ ആ സ്റ്റാൻഡും കൂടെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കറക്റ്റാവും. ഇത് അടിപൊളി സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഓഫ് റോഡ് പോയിട്ട് ഇങ്ങനെ ക്യാമ്പൊക്കെ ചെയ്യാനായിട്ട് പൊളി ഐറ്റമാണ്. ഒരു നല്ല വൈബായിരിക്കും ഈ വണ്ടി കൊണ്ട് ഇങ്ങനെ ഓഫ് റോഡ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഈ ചൈനീസ് ചാനലിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഐറ്റം. സോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ ഞാൻ ചെയ്ത വർക്ക്. ഇത് ഈ ഐറ്റം ഒക്കെ സ്റ്റോക്ക് വരുന്നതാണ് കേട്ടോ. കുറേ ഐറ്റംസ് സ്റ്റോക്കായിട്ട് തന്നെ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ലഗേജ് കാരിയറിൽ കുറച്ച് LED ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6 എണ്ണം കുറച്ച് ഓവറായി ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി. സോ അത് ഞാൻ ഇപ്പോൾ ഇട്ട് കാണിച്ചു തരാം കേട്ടോ, എത്രത്തോളം ലൈറ്റ് വിസിബിൾ ആണെന്നുള്ളത്. 2 എണ്ണം ഇവിടെ വരുന്നുണ്ട്, 2 എണ്ണം ഈ സൈഡ് വരുന്നുണ്ട്, 2 എണ്ണം ബാക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ലൈറ്റ് ഞാൻ ഇട്ട് കാണിക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മോഡിഫൈ ചെയ്യാൻ താല്പര്യമുള്ളത് കുറച്ച് അത് ഈസി ആയിരിക്കും മേ ബി. ഓക്കെ, FMSൻ്റെ FCX10 കാറ്റഗറി വരുന്ന വണ്ടികൾക്കെല്ലാം തന്നെ ലൈറ്റ് കിറ്റ് ഇങ്ങനെ തന്നെ സെയിം വയറിങ് കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. സോ ഒരു എക്സ്ട്രാ ഇതേ കണക്ക് ഇത് ഇങ്ങനത്തെ ചെറിയൊരു ലൈറ്റിൻ്റെ കണക്ഷൻ അവർ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് പോർട്ട്. 2 പോർട്ടാണ് അങ്ങനത്തെ വരുന്നത്. ആ ഒരു പോർട്ടാണ് നമ്മുടെ ഈ ലൈറ്റിലേക്കുള്ള വയറിങ് പോയേക്കുന്നത്. മറ്റേ പോർട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഇട്ടേക്കുവാണ്. നമുക്ക് നമ്മുടെ ലൈറ്റ് മേടിച്ചിട്ട് അതിൽ കണക്ട് ചെയ്ത് മതി. സിമ്പിളാണ്, സാധനം വർക്ക് ചെയ്യിക്കാം. പിന്നെ ഈ ലൈറ്റെല്ലാം ഞാൻ ലഗേജ് കാരിയറിൽ പിടിപ്പിച്ചേക്കുന്നത് ലഗേജ് കാരിയർ ഡ്രില്ല് ചെയ്തിട്ട് 2mm സ്ക്രൂ ഇട്ടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. മറ്റേ ലൈറ്റ് കത്തുന്ന അറിയുന്നേ ഇല്ല. ഈ റൂമിൽ ഒരുപാട് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം. ഓക്കേ, സോ ഗൈസ്, അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഈ വണ്ടി ചെയ്തേക്കുന്നത് കേട്ടോ. സോ അപ്പോൾ ഇവനെ പുറത്ത് കൊണ്ട് ഓടിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ കാൺ വെയിറ്റ് ഫോർ ദാറ്റ്. നെക്സ്റ്റ് വീക്ക് നമ്മളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് പുറത്ത് കൊണ്ട് ഓടിക്കാനായിട്ട്. സോ മേ ബി നമ്മളിവിടുത്തെ ലോക്കൽ ആൾക്കാരും ഉണ്ടാവും, സെയിം ക്യാമൽ ട്രൂഫ് എഡിഷൻ വണ്ടിയായിട്ട്. സോ എല്ലാവരും കൂടെ പോകുമ്പോൾ നല്ല രസമായിരിക്കും, വൈബായിരിക്കും. സോ നമ്മൾ ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ഞാൻ പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പോയിട്ടൊരു വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. ഈ വണ്ടി കാര്യം എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് ഈ വണ്ടി പുറത്ത് കൊണ്ട് ഓടിക്കുമ്പോൾ, ഇത്രയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. സോ സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക. ഇങ്ങനത്തെ വീഡിയോ കേട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ അപ്പോൾ ബൈ ഗൈസ്.